നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ടോപ്പ് 10 കറണ്ട് അഫയേഴ്സ് ആണ്. ടോപ്പ് 10 കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 10 വാർത്തകളാണ്. ഇത് പ്രധാനമായിട്ടും LSG സെക്രട്ടറി പരീക്ഷയ്ക്കും അതേപോലെ തന്നെ LDC, UP-LP, SSC മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ്. അപ്പോൾ നമുക്ക് ടോപ്പ് 10 കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഇന്ന് നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ആൻഡ് ഡേയ്സ് എന്ന മേഖലയാണ്. നമ്മൾ മൂന്നാമത്തെ സെഗ്മെൻറ്റാണ് ഇത്. ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ആൻഡ് ഡേയ്സ് എന്നതിലെ മൂന്നാമത്തെ സെഗ്മെൻറ്റാണ്. ഇതിലാദ്യമായി നമ്മൾ നോക്കുന്നത് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആണ്. അപ്പം നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് നമുക്കറിയണം. അതായത് ഒരു പുതിയ ബിസിനസ് വെഞ്ചർ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സംരംഭത്തിനെയാണ് നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്ന് പേരിട്ടുകൊണ്ട് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ടപ്പുകളെ, ബിസിനസ് സംരംഭങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് എല്ലാ വർഷവും ജനുവരി മാസം 16-ാം തീയതിയാണ് അല്ലെ, 16th ജാനുവരിയാണ് നമ്മൾ ഈ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. താഴെത്തട്ടിൽ ഈ സ്റ്റാർട്ടപ്പ് കൾച്ചർ വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പം നമുക്ക് ഇന്ത്യയുടെ ആ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ, രാഷ്ട്രീയപരമായ, സാമൂഹ്യപരമായ കാഴ്ചപ്പാടുകൾ നോക്കിക്കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുടെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം, നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിനെയും കൊമേഴ്സിനെയും അതുപോലെ വ്യാപാര മേഖലയും എല്ലാം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്ക് എന്ന പേരിലൊരു പദ്ധതി ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് നമുക്ക് നോക്കാൻ എന്തായിരിക്കും, മണിപ്പൂരിനും മേഘാലയക്കും ത്രിപുരയ്ക്കും സ്റ്റേറ്റ്ഹുഡ് കിട്ടിയ അല്ലെങ്കിൽ സംസ്ഥാന പദവി കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ജനുവരി മാസം 21-ാം തീയതിയാണ്. ഏതിൻ്റെയൊക്കെയാണ്? മണിപ്പൂരിൻ്റെ, മേഘാലയയുടെ, ത്രിപുര. അപ്പോൾ മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നീ 3 സംസ്ഥാനങ്ങൾക്ക് സ്റ്റേറ്റ്ഹുഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ജനുവരി 21 പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ഈ വർഷത്തെ, അതായത് 2023 ജനുവരി 21 എന്ന് പറയുന്നത് ഈ 3 സംസ്ഥാനങ്ങളും രൂപീകരിക്കപ്പെട്ടതിൻ്റെ 51-ാമത് വാർഷികമാണ് ഇവിടെ ആചരിച്ചത് എന്നുള്ളതാണ്. ദ അറ്റൈൻഡ് ദ സ്റ്റേറ്റ്ഹുഡ് അണ്ടർ ദ നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് ആക്ട് 1971. 1971 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഏരിയാസ് റീഓർഗനൈസേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മണിപ്പൂർ, മേഘാലയ, ത്രിപുര മുതലായ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. അണ്ടർ 6th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, മേഘാലയ വാസ് മേഡ് ആൻ ഓട്ടോണമസ് സ്റ്റേറ്റ് ഇൻ ആസാം ത്രൂ ദ ആസാം റീഓർഗനൈസേഷൻ ആക്ട് ഇൻ 1969. അതായത് 1969 ആസാം റീഓർഗനൈസേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 6ാമത്തെ പട്ടിക പ്രകാരമാണ് മേഘാലയ ഒരു സ്വയം സഫിഷ്യന്റ് അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യന്റ് എന്ന് പറയുന്ന സ്വയം പര്യാപ്തമായ സ്വയം നിർണയ അധികാരമുള്ള ഒരു ഓട്ടോണമസ് സ്റ്റേറ്റ് എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഉത്തർപ്രദേശിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഉത്തർപ്രദേശ് രൂപീകരണ ദിവസമാണ് ഇവിടെ പ്രധാനമായിട്ടും വാർത്തയായി വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഉത്തർപ്രദേശ് രൂപീകരണ ദിവസവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത? അത് മറ്റൊന്നുമല്ല, ഉത്തർപ്രദേശ് നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയണം. അത് 1950 ജനുവരി മാസം 24-ാം തീയതിയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആക്കുന്നതിന് മുൻപ് നിലവിൽ വന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഉത്തർപ്രദേശിന്റെ പഴയ പേര് നമുക്കറിയാം എന്തായിരുന്നു, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നായിരുന്നു. ആ യുണൈറ്റഡ് പ്രൊവിൻസ് എന്നുള്ള പേര് മാറ്റിയിട്ട് എന്ത് കൊടുക്കുകയായിരുന്നു, നമ്മൾ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലോട്ട് കൊണ്ടുവരികയാണ് അല്ലെ. ഉത്തർപ്രദേശ് എന്നുള്ളതാണ് യഥാർത്ഥ പേര്. അപ്പോൾ ഉത്തർപ്രദേശ് എന്നുള്ള പേരിലേക്ക് ഈ പറഞ്ഞ യുണൈറ്റഡ് പ്രൊവിൻസിനെ നമ്മൾ മാറ്റിയിട്ട് ഉത്തർപ്രദേശ് എന്ന പേരിൽ കൊണ്ടുവന്നത് 1950-ലാണ്. ഈ വർഷം ആചരിച്ചത് 74-ാമത്തെ സ്ഥാപക ദിനമായിരുന്നു അല്ലെ. ഉത്തർപ്രദേശിന്റെ 74-ാമത്തെ സ്ഥാപക ദിനമായിരുന്നു ഇത്തവണ നമ്മളിവിടെ ആചരിച്ചത് അല്ലെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സന്ദർഭത്തിൽ എന്തായിരിക്കാം, ഒരുപാട് പദ്ധതികൾ ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട എന്താണ്, ചീഫ് മിനിസ്റ്റർ ഹാൻഡിക്രാഫ്റ്റ് പെൻഷൻ സ്കീം അല്ലെ. ചീഫ് മിനിസ്റ്റർ ഹാൻഡിക്രാഫ്റ്റ് പെൻഷൻ സ്കീം ഉണ്ട്. ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ സ്കീം അല്ലെ. ഹാൻഡിക്രാഫ്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള പദ്ധതികളുണ്ട്. അതേപോലെയോ സ്റ്റാമ്പ് ഡ്യൂട്ടി, അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നുള്ള ഇളവുകളും എല്ലാം ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഉത്തർപ്രദേശ് രൂപീകൃതമായതിന്റെ 74-ാമത്തെ വാർഷിക ദിനത്തിലാണ് ഇത്തരത്തിലുള്ള സ്കീമുകളും മറ്റുമൊക്കെ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. അതേപോലെ ജനങ്ങൾക്ക് കുറച്ച് അവാർഡുകൾ കൊടുക്കപ്പെട്ടു അല്ലെ. അവാർഡ് എന്നുള്ള തെറ്റായിട്ടാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അവാർഡുകളും ജനങ്ങൾക്ക് കൊടുത്തു. ജനങ്ങൾക്ക് കൊടുത്ത പ്രധാനപ്പെട്ട അവാർഡുകളാണ് റാണി ലക്ഷ്മിബായി പുരസ്കാരവും അതേപോലെ ലക്ഷ്മണ പുരസ്കാരവും. അപ്പോൾ ലക്ഷ്മണ പുരസ്കാരവും ലക്ഷ്മി റാണി പുരസ്കാരവും ഏത് സംസ്ഥാന ഗവൺമെന്റാണ് നൽകുന്നത് എന്നായിരിക്കും മിക്കവാറും പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാവുക. അത് മറ്റൊരു ഗവൺമെന്റും അല്ല, അത് UP ഗവൺമെന്റാണ്. UPയിലെ മുഖ്യമന്ത്രിയുടെ പേര് ചിലപ്പോൾ ചോദിച്ചേക്കാം. എല്ലാവർക്കും അറിയാം, യോഗി ആദിത്യനാഥ് എന്നാണ്. അടുത്ത വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നതാണ് അല്ലെ. വേൾഡ് ക്യാൻസർ ഡേ. അപ്പോൾ എന്താണ് വേൾഡ് ക്യാൻസർ ഡേ അല്ലെ? ക്യാൻസർ എന്ന് പറയുന്നത് ഒരു മാരകമായ ഒരു അസുഖമാണെന്നും അത് പല ആളുകളെയും മാനസികമായി തളർത്തുന്നൊരു അസുഖമാണെന്നും നമുക്ക് അറിയാം. അപ്പോൾ ഇത്തരത്തിൽ വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത്
ഫെബ്രുവരി 4 എല്ലാ വർഷവും ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്തിനു വേണ്ടി ആചരിക്കുന്നു? ഈ ക്യാൻസർ എന്നുള്ള മഹാവിപത്തിനെതിരെ ലോകത്തിന്റെ ഒരു പോരാട്ട വീര്യം കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത്, അല്ലേ? ഇനി ഇതുപോലെ എവിടെയാണ് വേൾഡ് ക്യാൻസർ ഡേ ആദ്യമായിട്ട് ആചരിച്ചെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് വേൾഡ് ക്യാൻസർ ഡേ ലോകത്തിൽ ആചരിച്ചത് സ്വിറ്റ്സർലൻഡിലെ ജനീവ എന്ന സ്ഥലത്താണ്. 1933 ഇത് ആചരിച്ചത്. 1933 ഇത് ആചരിച്ചത്. ഇതാരാണ് നയിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം, വേൾഡ് ക്യാൻസർ ഡേ എന്ന് പറയുന്നത് അവസാനം കഴിഞ്ഞ 3 വർഷം, അതായത് 3 വർഷത്തേക്കുള്ള എന്തായിരിക്കാം ഒരു ക്ലോസ് ആയിട്ട് ആണ് ഇവർ ആചരിക്കുന്നത്. അതായത് 2022, 2023, 2024 എന്തായിരിക്കാം ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. അതായത് വളരെ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കെയർ എന്ന് പറയുന്നത് ഇല്ലാതെ വരുമ്പോൾ, പരിചരണവും ശ്രദ്ധയും ഇല്ലാതെ വരുമ്പോൾ അത് മാനസികമായിട്ടുള്ള ഒരുപാട് ആഘാതങ്ങൾക്ക് നിമിത്തമാകുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, ഈ കെയറിലുണ്ടാകുന്ന ഗ്യാപ്പ് എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്താണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് നോക്കാം. അടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ വേൾഡ് റേഡിയോ ഡേ ആണ്, അല്ലേ? റേഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ഒരിടക്കാലത്ത് TV വന്നു കഴിഞ്ഞപ്പോൾ മങ്ങിപ്പോയതാണ് റേഡിയോ. എന്നാൽ വീണ്ടും ഇപ്പോൾ റേഡിയോ തരംഗമായിട്ട് മാറിയിരിക്കുകയാണ്. പലരും റേഡിയോ ജോക്കി എന്ന നിലയിലൊക്കെ ജോലി ചെയ്യുന്ന വിവരവുമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് വേൾഡ് റേഡിയോ ഡേ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഫെബ്രുവരി മാസം 13 തീയതിയാണ്, അല്ലെ? വേൾഡ് റേഡിയോ ഡേ ഒബ്സർവ് ചെയ്യുന്നത് ഫെബ്രുവരി മാസം 13 തീയതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലോബൽ അവയർനെസ്, അല്ലെ? ഒരു ആഗോളതലത്തിലുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ്. എന്തായിരിക്കാം, റേഡിയോ എന്ന് പറയുന്നത് ഒരു മാസ് കമ്മ്യൂണിക്കേഷന്റെ മീഡിയമായിട്ട് വളർന്നു വന്നതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 13 തീയതിയാണ് നമ്മൾ ഓർത്തേക്കുക, അല്ലേ? യുനെസ്കോയാണ് ദിവസം ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഫെബ്രുവരി 13 റേഡിയോ ദിനമാണെന്നും റേഡിയോ ദിനം ആദ്യമായിട്ട് ആചരിക്കുവാൻ മുൻകൈ എടുത്തതാരാണ്? യുനെസ്കോയാണെന്നും ഇതാദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ് 1946 കാരണം യുണൈറ്റഡ് നേഷന്റെ റേഡിയോ നിലവിൽ വന്നത് 1946 2023 ഇതിന്റെ തീമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റേഡിയോ ആൻഡ് ദ പീസ് എന്നുള്ളതാണ് ഈ തീമിന്റെ പ്രത്യേകത കേട്ടോ. റേഡിയോ ആൻഡ് ദ പീസ് എന്ന് പറയുന്നതാണ് തീമിന്റെ പ്രത്യേകത. ഇനി അടുത്ത് നമുക്ക് നോക്കാം ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകത എന്താണ്? ദ ഇയർ ഓഫ് ടൂറിസം ആണ്. ടൂറിസം വർഷമാണ്. എന്താണ് ടൂറിസം വർഷം? ഇത് ഷാങ്ഹായ് കോർപ്പറേഷൻ, അല്ലെ? ഷാങ്ഹായ് അല്ല, ഷാങ്ഹായ് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്, ചൈനയിലെയാണ്. അപ്പൊ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അവിടുത്തെ ടൂറിസം മിനിസ്റ്റർമാരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വാരണാസിയിൽ വെച്ചാണ് തീരുമാനിച്ചത്. വാരണാസിയിൽ വെച്ചിട്ടാണ് ഇവർ തീരുമാനിച്ചെന്തായിരിക്കാം, ഇയർ ഓഫ് ടൂറിസം ആയിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ടൂറിസം വർഷമായിട്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ആചരിക്കുന്നത് 2023 കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് 2023 ഷാങ്ഹായ് രാജ്യങ്ങൾ, ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ടൂറിസം ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഈ ഇവന്റ് നടന്നത് വാരണാസിയാണ്. വാരണാസി എവിടെയാണ്? വാരണാസി ഇന്ത്യയിലാണ് ഉള്ളത്, നമുക്കറിയാം, അല്ലെ? ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പങ്കെടുക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. 8 മെമ്പർമാരാണ് പങ്കെടുക്കുന്നത്. അതിൽ ചൈനയുണ്ട്, ഇന്ത്യ ഉണ്ട്, കസാക്കിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, റഷ്യയുണ്ട്, തജിക്കിസ്ഥാനുണ്ട്, ഉസ്ബെക്കിസ്ഥാനുണ്ട്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനുണ്ട്, തജിക്കിസ്ഥാനുണ്ട്, റഷ്യ ഉണ്ട്, പാകിസ്ഥാനുണ്ട്, കസാക്കിസ്ഥാനുണ്ട്, ഇന്ത്യ ഉണ്ട്, ചൈനയുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളാണ് ഏതിൽ പങ്കെടുക്കുന്നത്? നമ്മുടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പങ്കെടുക്കുന്നത് ഇവരാണ് 2023 ടൂറിസം ഇയറായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം എടുത്തത് വാരണാസി, ഇന്ത്യയിൽ വെച്ച് കൂടിയ ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഓർഗനൈസേഷനിൽ വെച്ചിട്ടായിരുന്നു. ഇനി അടുത്ത ദിനം നോക്കുന്നുണ്ട്, കുരുവി ദിനം എന്ന പേരിലാണ് നമ്മൾ ആചരിക്കുന്നത്. കുരുവി ദിനം, അല്ലെ? വേൾഡ് സ്പാരോ ഡേ എന്നാണ് നമ്മൾ പറയുന്നത്. വേൾഡ് സ്പാരോ ഡേ, അല്ലെ? വേൾഡ് സ്പാരോ ഡേ വെച്ചാൽ ലോക കുരുവി ദിനം എന്ന് നമ്മൾ പറയുന്നത്. ഇത് മാർച്ച് മാസം 20 തീയതിയാണ് ആചരിക്കുന്നത്, അല്ലെ? മാർച്ച് മാസം 20 തീയതിയാണ് ആഗോള കുരുവി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതെവിടെയാണ്? സുവോളജിക്കൽ പാർക്ക്, അല്ലെ? നാഷണൽ സുവോളജിക്കൽ പാർക്കാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ സുവോളജിക്കൽ പാർക്ക് സെലിബ്രേറ്റഡ് ദ വേൾഡ് സ്പാരോ ഡേ ഓൺ മാർച്ച് 20. അപ്പോൾ മാർച്ച് മാസം 20 തീയതിയാണ് ആഗോള കുരുവി ദിനമായിട്ട് ഇതിനെ ആചരിക്കുന്നത് കേട്ടോ. എന്താണ് ഇത്തവണത്തെ തീം? എന്താണ് ദിസ് ഇയർ തീം? ഐ ലവ് സ്പാരോസ്, ഞാൻ കുരുവികളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ് ഇത്തവണത്തെ കുരുവിദിന സന്ദേശം. ഐ ലവ് സ്പാരോസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ടു റൈസ് അവയർനെസ് അബൌട്ട് എ സ്പാരോ കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, അല്ലെ? കുരുവികളുടെ സംരക്ഷണവും അതേപോലെ തന്നെ കുരുവികളുടെ പരിചരണവും പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നതാണ് ഈ പറയുന്ന കുരുവി ദിനം എന്ന് പറയുന്നത്, അല്ലെ? ഇനി അതേപോലെ നോക്കിയാൽ എന്തായിരിക്കാം ആദ്യമായിട്ട് ഇത് ആചരിച്ചത് എന്ന് ചോദിച്ചാൽ എന്നാണ്? അത് 2010 ആദ്യമായിട്ട് വേൾഡ് സ്പാരോ ഡേ ആചരിച്ചത്. അപ്പോൾ വേൾഡ് സ്പാരോ ഡേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാർച്ച് മാസം 20 തീയതിയാണ് ഇത് ആചരിക്കുന്നത്, അല്ലെ? വേൾഡ് സ്പാരോ ഡേ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വാർത്തയിലേക്ക് നമ്മൾ ഇടുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റസ് എന്നാണ് പറയുന്നത്. ഫോറസ്റ്റസ്, അല്ലെ? ഫോറസ്റ്റസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വനമാണ്. അപ്പോൾ അന്താരാഷ്ട്ര
വനദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന എന്താണ്? ലോക വനദിനം അല്ലെ, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റേഴ്സ് 2023 നമ്മൾ ആചരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എന്താ പറയുക, മാർച്ച് മാസം 21 തീയതിയാണ് വനദിനമായിട്ട് ആചരിക്കുന്നത്. ഫോറസ്റ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. ഫോറസ്റ്റ് ഡേ നമ്മൾ ആചരിക്കുന്നത് മാർച്ച് 21. ഇത്തവണത്തെ തീം എന്താണ്? ഫോറസ്റ്റസ് അല്ലെ, ഫോറസ്റ്റസ് ആൻഡ് ഹെൽത്ത് ആണ്. ഫോറസ്റ്റും ആരോഗ്യവും, വനവും ആരോഗ്യവും എന്നുള്ളതാണ് ഇത്തവണത്തെ തീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എക്കോസിസ്റ്റം സർവീസസ് എന്നാണ് പറയുന്നത് അല്ലെ. എക്കോസിസ്റ്റം നമുക്കറിയാം, ഒരു ജീവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവാസ വ്യവസ്ഥയെയുമാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ അല്ലെ, ജലം ശുദ്ധമാക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അന്തരീക്ഷ വായുവിനെ ശുദ്ധമാക്കൂ എന്നാണ് പറയുന്നത്. അതേപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ എന്തായിരിക്കാം? ജൈവൻ രക്ഷ ഔഷധങ്ങൾ പ്രദാനം ചെയ്യുന്നു. ആര്? വനങ്ങൾ. അപ്പോൾ വനങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ വളരെ ബൃഹത്തായതുകൊണ്ട് വനദിനമായിട്ട് നമ്മളൊരു ദിവസം ആചരിക്കുന്നത് മാർച്ച് മാസം 21 തീയതിയാണ്. അടുത്തെന്താണ്? അംബേദ്കർ ജയന്തി എന്ന് പറയുന്നത് അല്ലെ. അംബേദ്കർ ജയന്തി എന്താണ്? അംബേദ്കർ ജയന്തി വെച്ചാൽ അത് ഏപ്രിൽ മാസം 14 തീയതിയാണ് അല്ലെ. അംബേദ്കർ ജയന്തി ഈസ് ഒബ്സർവ്ഡ് ഓൺ ഏപ്രിൽ 14 എന്നാണ് പറയുന്നത്. അംബേദ്കർ ജയന്തി എല്ലാ വർഷവും ഏപ്രിൽ മാസം 14 തീയതിയാണ് ആചരിക്കുന്നത്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? നമ്മുടെ ഡോക്ടർ BR അംബേദ്കറിന്റെ പാവന സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ആചരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഡോക്ടർ BR അംബേദ്കറിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളിത് ആചരിക്കുന്നത് അല്ലെ. എന്തായിരിക്കാം? ദ ട്രീ ഓഫ് അല്ലെ, അംബേദ്കറിന്റെ ആ ഒരു ബർത്ത് ദിനമുണ്ടല്ലോ, ഏപ്രിൽ 14 എന്ന് പറയുന്നത്. ആ ദിവസം എന്താണ്? തമിഴ്നാട് ഗവൺമെന്റ് ആചരിക്കുന്നതായിരിക്കും ഇക്വാളിറ്റി ഡേ എന്നാണ്. തുല്യതാ ദിനമായിട്ട് അംബേദ്കർ ജയന്തി തുല്യതാ ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം ഏതെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് തമിഴ്നാടാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയ കേട്ടോ. അംബേദ്കറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആരായിരുന്നു? നമ്മുടെ ഭരണഘടന എഴുതിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യമാണ് അല്ലെ. ഇനി അടുത്ത വാർത്തയിലേക്ക് നമ്മൾ കിടന്നാൽ എന്താണ്? അത് വേൾഡ് മലേറിയ ഡേ എന്ന് പറയുന്ന ഒരു ദിനത്തെക്കുറിച്ചാണ് പറയുന്നത്. വേൾഡ് മലേറിയ ഡേ. അപ്പോൾ എന്താണ് വേൾഡ് മലേറിയ ഡേ? മലേറിയ എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കുന്നൊരു മാരകമായ അസുഖമാണ്. നമ്മൾ മലമ്പനി എന്നൊക്കെ പറയുന്ന സാധനമാണ് മലേറിയ എന്ന് പറയുന്നത്. ഈ മലേറിയ ദിനമായിട്ട് ആചരിക്കുന്ന, ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏപ്രിൽ മാസം 25 തീയതിയാണ് വേൾഡ് മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം അല്ലെ. ഇത്തവണത്തെ തീം എന്താണ്? മലേറിയ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഡെലിവർ സീറോ മലേറിയ. അതായത് മലേറിയ വിമുക്തമാകണം ലോകം മലേറിയ വിമുക്തമാകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അതിലേക്ക് ഇന്നോവേറ്റ് ചെയ്യണം, അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ പണം മുടക്കുക, അല്ലെങ്കിൽ ആശയങ്ങൾ അതിലേക്ക് മുടക്കുക അല്ലെ, പുതിയ ആശയങ്ങൾ കണ്ടെത്തുക, അത് നടപ്പിലാക്കുക എന്നതാണ് ദ തീം ഫോർ ദ ഇയർ ഈസ് ടൈം ടു ഡെലിവർ സീറോ മലേറിയ എന്ന് പറയുന്നത്. പിന്നെയോ ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം എന്തായിരിക്കാം? ഈ മലേറിയ റിപ്പോർട്ട് എല്ലാ വർഷവും തന്നെ ഡിസംബർ മാസത്തിലാണ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെ. ഏകദേശം ഈ 2 ലക്ഷം എന്ന് പറയുന്നില്ല അല്ലെ. എത്രയാണ്? 247 മില്യൺ, അതായത് 24.7 കോടി പുതിയ കേസുകളാണ് 2021 റിപ്പോർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ മലേറിയ വിമുക്തമാക്കുവാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴും മലേറിയ എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ശതമാനത്തിനെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കുക അല്ലെ. ഒരു 4% ആളുകൾക്ക് മലേറിയ ബാധയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ബാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.